Hi all, this is Abhay from Prepwise. Plus 2 ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്തൊരു പാരഗ്രാഫ് വരും. ആ പാരഗ്രാഫ് വായിക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരം എന്താക്കാം നമുക്ക് തരാം. In the periodic table, D block contains 3 to 12. എല്ലാവർക്കും അറിയാം, മൂന്നാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനാണ് D block എന്ന് പറയുന്നത്. The d orbitals are progressively filled in each of the 4 long periods. The elements of D block referred as transition metals have partly filled d orbitals and exhibit certain characteristics properties such as variety of oxidation state, formation of colored ions, act as catalyst and show paramagnetic behavior. The inner transition metal series 4F and 5F are known as lanthanoids and actinoids respectively. The lanthanoids resembles one another more closely as compared to ordinary transition metals in any series. A paragraph വായിക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയ കിട്ടുന്നുണ്ട്. The catalytic activity of transition metal and their compound is ascribed mainly. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്കിന്റെ കാര്യം അറിയാം നമുക്ക്. +1 തൊട്ടിട്ട് +7 വരെ എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പിനെയും എസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെയിം പാരഗ്രാഫ് തന്നെ തന്നിട്ട് ഇൻ ദ കോണ്ടസ്റ്റ് ലാന്തനോയിഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്. ഇതിലൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ശരിയാണെന്ന്. അപ്പോൾ ദ ഗ്രാജുവൽ ഡിക്രീസിംഗ് ഇൻ ദ റേഡിയോ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഇൻക്രീസിംഗ് അറ്റോമിക് നമ്പർ. അപ്പോൾ ലാന്തനോയിഡ്സ് നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ റേഡിയ എന്ന് പറയുന്നത് കുറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. അപ്പോ നമുക്ക് ഇതിൽ എണ്ണത്തെ കൂട്ടാനാവില്ല. അടുത്ത നോക്കാം. അവൈലബിലിറ്റി ഓഫ് 4F electrons results in the formation of compounds in +4 oxidation state. അപ്പോൾ +4 oxidation state ആണ്. അത് തെറ്റാണ്. അതെന്താണ്? +3 oxidation state ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് തെറ്റുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ, ബിക്കോസ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് സെപ്പറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് ഈസ് നോട്ട് ഈസി. ഇതും കറക്റ്റ് ആണ്. സെപ്പറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് എന്തല്ല, ഈസി അല്ല. അപ്പോൾ നാലാമത്തെ, ലാന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് ലീസ്റ്റ് ബേസിക് അമംഗ് ഹൈഡ്രോക്സൈഡ് ഓഫ് ലാന്തനോയിഡ്സ്. ലാന്താനം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം ലീസ്റ്റ് ആണ്. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും തോറും സൈസ് കുറയുന്നുണ്ട്. സൈസ് കുറയുന്ന സമയത്ത് ഇതിന്റെ ബേസിസിറ്റിയും കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലാന്തനോയിഡ്സിനാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനാവണം, ലാന്താനം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതാണ് മോർ ബേസിസിറ്റി. അപ്പൊ ഈ നാലാമത്തെ എന്താണ്? തെറ്റാണ്. Ce2+ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോ ബി ആൻഡ് ഡി ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആൻഡ് ഡി. 43ാമത്തെ ക്വസ്റ്റ്യൻ സെയിം പാരാഗ്രാഫ് തന്നെയാണ്. അതിൽ ദ ബോണ്ട് പ്രസന്റ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയണിന്റെ അകത്തുള്ള ബോണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. Cr2O7 2- ആണ്. Cr2O7 2- ആണ്. അപ്പോൾ ഇതാണ് Cr2 1 2 3 4 5 6 7 oxygen and 2 oxygen have minus charge. അപ്പോൾ Cr2O7. അപ്പോൾ ഇതിൽ എത്ര Cr ബോണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ 1 2 3 4 5 6 ഇക്വാലന്റ് Cr ബോണ്ട് ഉണ്ട്. അതിൽ 6 ഇക്വാലന്റ് Cr ബോണ്ട്. ഇത് 8 ഇല്ല. 6 ഇക്വാലന്റ് Cr ബോണ്ട്. അപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ 3 ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ Cr ബോണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. Cr ബോണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെ OO ബോണ്ടും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് ഉണ്ടാകുന്ന ഏതാണ്? CrO Cr. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് CrO Cr. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു Cr വരക്കുക. അവിടെ 3 ഓക്സിജൻ ഇതിന്റെ മുകളിൽ ഉണ്ടാവും. അതിന്റെ നടുവിൽ നമ്മൾ ഒരു ഓക്സിജൻ വരക്കുക. എന്നിട്ട് ഇവിടെ ഒരു Cr വരക്കുക. ഇവിടെയും ഡബിൾ ബോണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട്, ഇവിടെ O-. അപ്പോ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത്? നമുക്ക് കിട്ടുന്നത്. അപ്പൊ 6 ഇക്വാലന്റ് ആയിട്ടുള്ള CrO ബോൺസും ഒരു CrO ബോൺസും ഉണ്ടാവും. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം പാരഗ്രാഫ് തന്നെ. അതിൽ 4 കൺസ്റ്റിറ്റ്യൂട്ടീവ് ട്രാൻസിഷൻ എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ക്രോമിയം കഴിഞ്ഞാൽ മാഗ്നീസ് കഴിഞ്ഞാൽ അയൺ കഴിഞ്ഞാൽ കൊബാൾട്ട്. ഇതിൽ ഏതിനാണ് +2 ഓക്സിജൻ സ്റ്റേറ്റ് അധികം? നമുക്കറിയാം മാഗ്നീസിന് തന്നെയായിരിക്കും എപ്പോൾ ഉണ്ടാവുക. കാരണം 4s2 3d5 ആണ്. ആർഗൺ 4s2 3d5. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഉണ്ടാവുക മാഗ്നീസ് ആണ്. കാരണം ഇത് ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ മാഗ്നീസ് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അത് കഴിഞ്ഞാൽ അയൺ, അത് കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് ഇപ്പുറത്തുള്ള ക്രോമിയം, അത് കഴിഞ്ഞാൽ അയൺ കഴിഞ്ഞിട്ടുള്ള കൊബാൾട്ട്. അപ്പോൾ ഓപ്ഷൻ വരുന്ന മാഗ്നീസ്, അയൺ, ക്രോമിയം, കൊബാൾട്ട്. ഓപ്ഷൻ 2 ആണ് എന്ത് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. ദ ഹയസ്റ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് മാഗ്നീസ് ഇൻ ഫ്ലൂറൈഡ് ഈസ് +4, ബട്ട് ദ ഹയസ്റ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓക്സൈഡ് ഈസ് +7, Mn2O7. മീൻസ് Mn മാക്സിമം പറ്റുന്നത് +4 ആണ് ഫ്ലൂറിനെ വെച്ച്. പക്ഷേ നമ്മുടെ ഓക്സിജൻ വെച്ച് ചെയ്യുന്ന സമയത്ത് Mn2O7 നമുക്കറിയാം എന്താ ചാർജ് എത്രയാണ്? +7 വരെ നമുക്ക് വരും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. ആണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ ഇതിന്റെ ഉത്തരം ഇതല്ല. ഫ്ലൂറിൻ ഡസ് നോട്ട് പൊസസ് ഡി ഓർബിറ്റൽ. അത് ഓക്സിജനും ഡി ഓർബിറ്റൽ പൊസസ് ചെയ്യുന്നില്ല. ഫ്ലൂറിൻ സ്റ്റെബിലൈസസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് ഫ്ലൂറിൻ ക്യാൻ ഫോം ഓൺലി സിംഗിൾ ബോണ്ട്. ഇതിന്റെ പ്രത്യേകത ഫ്ലൂറിൻ ഒരൊറ്റ സിംഗിൾ ബോണ്ടേ പറ്റുള്ളൂ. മാഗ്നീസിന് എന്ത് പറ്റും? ഡബിൾ ബോണ്ട് പറ്റും. മാഗ്നീസിന് എന്ത് പറ്റും? ഡബിൾ ബോണ്ട് പറ്റും. അപ്പോ അതാണ് ഇതിന്റെ മെയിൻ ആൻസർ. അപ്പോ ആൻസർ എന്താണ്? ആൻസർ 4. അടുത്തൊരു പാരഗ്രാഫ് ആണ്. ഈ പ്രോട്ടീൻസ്, അമീൻസ് എന്ന് പറയുന്ന പാഠത്തിന്റെ അകത്ത് പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് about 20 different alpha amino acids which are linked by peptide bonds. Proteins forms various structural and dynamic functions in the organism. Proteins which contains only alpha amino acids are called simple protein. Secondary, tertiary, quaternary proteins get disturbed on change of pH or temperature, and they are not able to perform their function. This is called denaturation of protein. Enzymes are biocatalysts which speed up the reaction in biosystem. Vitamins are necessary food factors required in the diet. They are classified as fat soluble. അപ്പോൾ fat soluble എന്ന് പറയുന്നത് A, D, E, K, and water soluble B group and C. Deficiency of vitamin leads to many diseases. Nucleic acids are the polymers of nucleotides, which in turn consist of a base, a pentose sugar, and a phosphate molecule. Nucleic acids are responsible for the transfer of characters from parents to offspring. There are 2 types of nucleic acid, DNA and RNA. DNA consists of 5 carbon molecules and called deoxyribose, where RNA consists of ribose. During denaturation of protein, ഇതിൽ ചേഞ്ച് ആകാത്ത ഒന്നാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ചേഞ്ച് ആവും, ടെർഷ്യറി സ്ട്രക്ചർ ചേഞ്ച് ആവും, സെക്കൻഡറി സ്ട്രക്ചർ ചേഞ്ച് ആവും, പക്ഷെ പ്രൈമറി സ്ട്രക്ചർ ചേഞ്ച് ആവില്ല. പ്രൈമറി സ്ട്രക്ചർ റിമൈൻ അൺഅൾട്ടേർഡ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചർ എന്താവില്ല? ചേഞ്ച് ആവില്ല. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1. പ്രൈമറി സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ടാവും. ബീറ്റ ഹെലിക്സും 3 ഡയമെൻഷൻ 3 ടെർഷ്യറി സ്ട്രക്ചറും ക്വാട്ടർണറി സ്ട്രക്ചറും ഒക്കെ ചേഞ്ച് ആവും, പക്ഷെ നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ മാത്രം അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, DNA and RNA differs due to the presence or absence of oxygen at which carbon molecule. അപ്പോൾ നമ്മുടെ ഏത് കാർബണിന്റെ അകത്തുള്ളതാണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മുടെ DNA RNA ഡിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാർബൺ 1, കാർബൺ 2, കാർബൺ 2 ഒരു OH ഉണ്ടാവും. പക്ഷെ അത് എന്തിൽ കാണൂല? RNA കാണൂല. RNA അതെന്താണ്? H ആണ് കാണുക. അപ്പോ കാർബൺ 2 ഡിഫറൻസ് കാരണമാണ് നമ്മൾ എന്താക്കുന്നത്? RNAയും DNAയും നമ്മൾ ഡിഫർ ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ക്വസ്റ്റ്യൻ, സെയിം പാരഗ്രാഫ് തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, DNAയും RNAയും നമ്മൾ എങ്ങനെ നമ്മൾ ഡിഫർ ചെയ്യും? അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് DNAന്റെ RNAന്റെയും ഇത്. അപ്പോൾ DNA RNAന്റെ അകത്ത് ഇതാണ് കാർബൺ 1, 2, 3, 4, 5. അപ്പോ ഇതേപോലെ തന്നെ ഇതിലും ഉണ്ടാവും. അപ്പോൾ ഇത് RNA ആണെങ്കിൽ ഇവിടെയുള്ള ബോണ്ടിൽ Hഉം OH ഉണ്ടാവും. ഇവിടെ Hഉം Hഉം ഉണ്ടാവുക. അപ്പോൾ OH ഗ്രൂപ്പ് RNAയിൽ പ്രസന്റ് ആയിരിക്കും, H ആണ് നമുക്ക് ഇവിടെ DNAയിൽ പ്രസന്റ് ആവുക. അപ്പോൾ ഈ കാർബൺ 2ന്റെ ഈ ഡിഫറൻസ് കാരണം നമുക്ക് RNAയും DNAയും ഡിഫർ ചെയ്യാനാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻസ് cannot be stored in our body? അപ്പോ അതില് വൈറ്റമിൻ D, B12, വിറ്റാമിൻ K ആൻഡ് വിറ്റാമിൻ B2 നമുക്കറിയാം. നമ്മൾ ഓൾറെഡി മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സോലിബിൾ A, D, E,
അതെല്ലാം സോലിബിൾ ആണ്. അപ്പൊ കെ നമുക്ക് ഒഴിവാക്കാം, ഡി നമുക്ക് ഒഴിവാക്കാം. ഇതിൽ ഇനി 2 വിറ്റമിൻ B12ഉം B2 ഉണ്ട്. ബിയും സിയും ആണ് എന്ത് പിന്നെ വാട്ടർ സോലിബിൾ ആയിട്ടുള്ളത്, നമുക്ക് ബോഡിയിൽ അല്ലാത്തത്. അപ്പൊ ബാക്കിയെല്ലാം ഫാറ്റ് സോലിബിൾ ആണ്. ബാക്കിയൊക്കെ ഫാറ്റ് സോലിബിൾ ആണ്. എ ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, ഇ ആയിക്കോട്ടെ, കെ ആയിക്കോട്ടെ, ഇതൊക്കെ വാട്ടർ സോലിബിൾ ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും B2ഉം B12 ആണ്. അപ്പം B12 എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ഇതും എന്താണ് ഫാറ്റ് സോലിബിൾ ആണ്. അപ്പൊ വിറ്റാമിൻ B2 മാത്രം എന്താണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ് B2 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഒരു ക്വസ്റ്റ്യൻസ് അമീൻസിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ്റെ അകത്തുനിന്നോ വൈറ്റമിൻ്റെ അകത്തുനിന്നോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണം.